ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്നും ബോധ്യപ്പെടുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥനെതിരെ യഹൂദർ സാക്ഷ്യം നൽകുകയും യേശു മരിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് സുവിശേഷം. 3 കൂട്ടരെ നാം ഇന്ന് സുവിശേഷത്തിൽ കാണും. ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം മറിയത്തിൻ്റെ വീട്ടിൽ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷമുള്ള സംഭവമാണ്. 3 കാര്യങ്ങൾ ഇവിടെ സുവ്യക്തമാണ്. 1, അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചവർ. മറ്റൊന്നിൻ്റെയും മറ്റാരുടെയും സഹായമോ ബോധ്യങ്ങളോ ഇല്ലാതെ വിശ്വസിച്ചവർ. 2, ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരെ അറിയിച്ചു. ക്രിസ്തു പ്രവർത്തിച്ചത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തേക്കാൾ അത് മറ്റുള്ളവർക്ക് ക്രിസ്തു എന്ന ഒരത്ഭുതത്തെ പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമായ സംവേദനം. 3, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെതിരെ ആലോചനാ സംഘം വിളിച്ചുകൂട്ടി യേശുവിനെതിരെ ചിന്തിക്കുന്നു. അവർ കാത്തിരുന്നത് ക്രിസ്തുവിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ആയിരുന്നു. 1, അവൻ പ്രവർത്തിച്ചത് കണ്ട് രണ്ടാമതൊരാളുടെ സഹായമില്ലാതെ പരിപൂർണമായി ക്രിസ്തുവിനെ വിശ്വസിച്ച ആദ്യ കൂട്ടർ. ക്രിസ്തു നിന്നിൽ പ്രവർത്തിച്ചതൊക്കെയും ക്രിസ്തുവുമായി ചേർന്നിരുന്ന് ക്രിസ്തു ബന്ധമുള്ളവരായി നാം രൂപപ്പെടേണ്ടതുണ്ട്. ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തെ പരമപ്രധാനമായി കാണുന്നവരാണ് ഇവർ. രണ്ടാമതായി, ചിലർക്ക് ക്രിസ്തു പ്രവർത്തിച്ച കാര്യങ്ങൾ അതിശയത്തിൻ്റെ തലത്തിൽ മാത്രം നിലനിൽക്കുന്നതായിരുന്നു. അവർ അതിൽ ക്രിസ്തുവിനെ കണ്ടില്ല. അത്ഭുതമെന്ന ഒരു അമാനുഷിക പ്രതിഭാസത്തെ മാത്രം ദർശിച്ചു. അതിനാൽ അവർ അത് അവരുടെ മതനേതാക്കന്മാരെ അതേ അതിശയത്തോടുകൂടി അറിയിക്കുകയാണ് ചെയ്തത്. 3, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. അവർ ക്രിസ്തുവിനെ ഇല്ലാതെയാക്കുവാൻ ഒന്നിച്ചുകൂടി. വ്യക്തമായി പറഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പും വരുമാനവും നിലയ്ക്കുമെന്നും അവകാശം നഷ്ടപ്പെടുമെന്നും അവർ കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ യേശുനാഥനെ പരിഹസിക്കുകയും വിമർശിക്കുകയും കുറ്റാരോപിതനാക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. ക്രിസ്തു നടക്കുന്ന വഴി അവർക്ക് തീർത്തും അപരിചിതമായിരുന്നു. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ വിശുദ്ധ സ്ഥലവും ജനവുമായിരുന്നു. ക്രിസ്തുവിനെ എല്ലാവരും വിശ്വസിച്ചാൽ യഹൂദ വിശ്വാസം താറുമാറാകും, വിശ്വാസികൾ കുറയും, റോമാക്കാർ വന്ന് അവരെ കീഴ്പ്പെടുത്തുകയും ദേവാലയം സ്വന്തമാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യും. ഇതായിരുന്നു അവരുടെ ധാരണ. ഇതുകൊണ്ടാണ് അവർ ജനത്തെ അവരുടേതായി അവരുടെ പക്ഷത്ത് നേടിയെടുത്തത്. ആത്മീയത ഇല്ലാത്ത ഒരു ചിന്തയും യാത്രയുമായിരുന്നു അത്. അവർ ക്രിസ്തുവിനെതിരെ ചിന്തിച്ചതും പ്രവർത്തിച്ചതും രാഷ്ട്രീയവും ലൗകികവുമായ തലത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ആത്മീയ തലത്തെ, ആത്മീയ ബന്ധത്തെ, ആത്മീയ ലക്ഷ്യത്തെ ഒന്നും അവർക്ക് മനസ്സിലായില്ല. നന്മ മുന്നോട്ടു പോകുകയും തിന്മ നന്മയ്ക്കെതിരെ നിൽക്കുകയും ഒരർത്ഥത്തിൽ തിന്മ പോലും നന്മയ്ക്കായി സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ വിരോധാഭാസമായ സത്യം. കാരണം ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ തിന്മയുടെ പദ്ധതി പ്രബലമാവുകയില്ല. ഇവിടെ പീഡാസഹന വേദി ഒരുക്കുന്നത്, ഓരോ സംഭാഷണവും ചിട്ടപ്പെടുത്തുന്നതും തീരുമാനിക്കുന്നതും ദൈവം തന്നെയാണ്. കാരണം ഇത് കുരിശിലേക്കുള്ള യാത്രയാണ്. ഒരർത്ഥത്തിൽ പിശാച് പോലും ദൈവത്തിൻ്റെ മുൻപിൽ തലവണങ്ങി നിൽക്കുന്നത് പോലെയാണ് ക്രിസ്തുവിനെ കുരിശിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ശ്രമിച്ച പിശാചിൻ്റെ പ്രവൃത്തികൾ പോലും ദൈവ പദ്ധതിയുടെ അന്വർത്ഥതയായിരുന്നില്ലേ? പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിനോട് ചേർന്നായിരിക്കാം. നമ്മിലുള്ള നന്മതിന്മകളെ ബോധ്യപ്പെടാം. ക്രിസ്തു വഴിയെ, ആത്മീയ വഴിയെ, കുരിശിൻ്റെ വഴിയെ നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാം. ദൈവം
നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിനാനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ